നമസ്കാരം. നമ്മളൊരു റെസ്റ്റോറൻറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ റെസ്റ്റോറൻറ്റിന് എന്തൊക്കെ ഹാർഡ്വെയറുകളാണ് വേണ്ടത്, അതിൻ്റെ സോഫ്റ്റ്വെയറുകൾ എന്തൊക്കെയാണ് വേണ്ടത്, അതിൻ്റെ ആൻഡ്രോയിഡ് ആപ്ലിക്കേഷൻ അതായത് വെയിറ്റർ ആപ്ലിക്കേഷൻ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്, അതായത് ഇത് ഹാർഡ്വെയറിൻ്റെയൊക്കെ പ്രൈസ് എന്താണ് എന്നുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് ഈ വീഡിയോയിലൂടെ ഒന്ന് പരിശോധിച്ച് നോക്കാം. നമുക്കിവിടെ കാണാൻ സാധിക്കും വളരെ സിമ്പിളായിട്ടുള്ളൊരു യൂസർ ഇൻ്റർഫേസ് ഉള്ളൊരു റെസ്റ്റോറൻറ്റ് ബില്ലിംഗ് സോഫ്റ്റ്വെയർ കാണാൻ സാധിക്കും. ഇവിടെ നമ്മളിങ്ങനെ ക്ലിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്കിവിടെ സേവ് ആൻഡ് പ്രിൻ്റ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് പ്രിൻ്റുകൾ വരും, KOTകൾ വരും, ഇവിടെ ഫൈനൽ ബില്ല് വരും. അപ്പോൾ അങ്ങനെയുള്ള പല സംഗതികളുണ്ട്. ഇപ്പം നമുക്കിപ്പോൾ ഈ KOT നമ്മളിപ്പം കമ്പ്യൂട്ടറിൽ നിന്നാണ് എടുത്തത്. ഈ KOT പ്ലസ് ബില്ല് നമുക്ക് ഇത് സെയിം ആൻഡ്രോയിഡ് ആപ്ലിക്കേഷനിൽ നിന്ന് എടുക്കാൻ സാധിക്കും. ഇത് നമ്മളിങ്ങനെ ആൻഡ്രോയിഡ് ആപ്ലിക്കേഷൻ ടേബിൾ സെലക്ട് ചെയ്യുക, ഏത് ടേബിളിലാണോ കസ്റ്റമർ വന്നിരിക്കുന്നതെന്ന് വെച്ചിട്ട് പ്ലേസ് ദ ഓർഡർ പ്രൊസീഡ്. കണ്ടോ, അവിടെ നമുക്ക് KOT കിട്ടും. ഇതിപ്പോൾ 2 KOT എന്താ വന്നതെന്ന് വെച്ചാൽ നമുക്ക് മൾട്ടിപ്പിൾ കിച്ചൺ ആഡ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. അതായത് വെജ് കിച്ചൺ, നോൺ വെജ് കിച്ചൺ. അപ്പം നമുക്ക് വെജിന് വേണ്ടിയിട്ട് സെപ്പറേറ്റ് KOT അടിക്കേണ്ട ആവശ്യമില്ല. നേരെ സെയിം ആൻഡ്രോയിഡ് ആപ്ലിക്കേഷൻ അടിക്കുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് അത് ഡിവൈഡ് ചെയ്ത് പോകും. ഇപ്പം നമുക്കിപ്പോൾ ഇവിടെ ഒരു KOT മാത്രമേ ആഡ് ചെയ്തിട്ടുള്ളൂ. നമുക്ക് 2, 3, 4 KOTകൾ ആഡ് ചെയ്യാൻ പറ്റും. ഫോർ എക്സാമ്പിൾ ഐസ്ക്രീമിൻ്റെ സെക്ഷനിൽ വേറെ KOT അടിക്കാം. അപ്പോൾ ഈ വെയിറ്റർ ആപ്ലിക്കേഷൻ പ്രത്യേകിച്ച് ചിന്തിക്കേണ്ട ആവശ്യമില്ല. ഇത് ഐസ്ക്രീമിൻ്റെ ഈ KOT വേണം, അത് KOT, ഒറ്റ സെലക്ഷൻ. അതായത് കസ്റ്റമർ ഒരു 10-30 ഐറ്റം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അദ്ദേഹം സെലക്ട് ചെയ്യുക, ഓക്കെ അടിക്കുക, അപ്പം പല KOTയിൽ പ്രിൻ്റ് ആയിക്കോളൂ. പിന്നെ ഇതിനകത്ത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം, ഇപ്പോൾ ഈ പ്രിൻ്റർ ഇതിൻ്റെ ഒരു പ്രത്യേകതയുണ്ട്. ഇത് ലാൻ പ്രിൻ്ററാണ്. കണ്ടോ, ഈ ലാൻ പ്രിൻ്ററിൻ്റെ പ്രത്യേകത ഇത് കേട്ടോ, USB പോർഷൻ ഫ്രീ ആക്കിയിട്ടിരിക്കുക. ഈ ലാൻ പ്രിൻ്ററിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ലാന് കണ്ടില്ലേ, ഇതുപോലത്തെ ലാൻ കേബിളുകളാണ്. ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ നമുക്ക് എന്തോരം വേണമെങ്കിലും ലോങ്ങിൽ കൊണ്ടുപോയി പിടിപ്പിക്കാം. കാരണം കൗണ്ടറിൻ്റെ ഒരുപാട് ദൂരെയായിരിക്കും നമ്മുടെ കിച്ചൺ ഇരിക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ളൊരു ഫെസിലിറ്റി ഉണ്ട് ഇതിനകത്ത്. ഇപ്പോൾ ലാൻ നമുക്ക് ഇങ്ങനെ കണക്ട് ചെയ്ത് വെച്ചാൽ മതി, കണ്ടില്ലേ. അപ്പോൾ ഇത് ലൈറ്റൊക്കെ കത്തും. അപ്പോൾ ഇത് 3 ഇഞ്ച് ഓട്ടോ കട്ട് തെർമൽ പ്രിൻ്ററാണ്, ഒന്ന് ലാനുള്ളത്. പിന്നെ കൗണ്ടറിൻ്റെ സൈഡിലുള്ള നമുക്ക് നോർമൽ പ്രിൻ്റർ മതി. ഈ പ്രിൻ്ററിനൊക്കെ നമുക്ക് ഒരു 5100 രൂപ ആ റേഞ്ചിലെ പ്രൈസുള്ളൂ. ഈവൻ ആമസോണിലും ഉണ്ട് സെയിം പ്രൈസിൽ. പിന്നെ ഒരു ടച്ച് സ്ക്രീൻ മോണിറ്റർ മേടിക്കുകയാണെങ്കിൽ നന്നായിരിക്കും. ഇതിനകത്ത് കമ്പ്യൂട്ടർ ഇല്ലാത്ത ടച്ച് സ്ക്രീൻ മോണിറ്ററാണ്. അതായത് കമ്പ്യൂട്ടറിലെന്ന് വെച്ചാൽ കമ്പ്യൂട്ടർ ഇവിടെ സെപ്പറേറ്റ് വെച്ചിരിക്കുകയാണ്. അപ്പോൾ അങ്ങനത്തെ ഒരു ടച്ച് സ്ക്രീൻ മോണിറ്ററാണിത്. പിന്നെ ക്യാഷ് ഡ്രോവറും കാര്യങ്ങളൊക്കെ ഉണ്ട്. ക്യാഷ് ഡ്രോവർ ഓൾറെഡി കണക്ട് ചെയ്ത് വെച്ചു. നമുക്കൊന്ന് ബില്ലടിച്ച് നോക്കാം. ഫൈനൽ ബില്ല് നമുക്കിപ്പോൾ ഏതെങ്കിലും ഒരു പ്രോഡക്റ്റ് ഇവിടെ നമുക്കൊന്ന് ആഡ് ചെയ്യാം. നമുക്കൊന്ന് സേവ് ആൻഡ് പ്രിൻ്റ് കൊടുക്കാം. കണ്ടോ, KOT വന്നു. ഈ ക്യാഷ് ഡ്രോവർ നമുക്കിവിടെ എനിക്കൊന്ന് കേബിൾ കണക്റ്റ് ആയിട്ടില്ലായിരിക്കും. ഈ ക്യാഷ് ഡ്രോവറിൻ്റെ കേബിൾ ഇതാണ്. അപ്പോൾ നമുക്കിതൊന്ന് കുത്തി വെച്ച് കഴിഞ്ഞാൽ ക്യാഷ് ഡ്രോവർ വർക്ക് ചെയ്തോളൂ. ഓക്കെ, അപ്പോൾ നമ്മുടെ ഒരു വീഡിയോ കാണിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് അടുപ്പിച്ച് വെച്ച് കളയാം. അതിനുശേഷം സപ്പോസ് നമ്മുടെ ഒരുപാട് ടേബിളുകളുണ്ടെന്ന് വിചാരിക്കുക. നമുക്കിപ്പോൾ ഈ പച്ച കളർ കാണുന്നതൊക്കെ കസ്റ്റമർ വേക്കൻ്റ് ആയിട്ടുള്ള റെഡ് കളറിൽ ഓൾറെഡി കസ്റ്റമർ ഇരുന്ന് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയാണ്, കണ്ടോ. അപ്പം നമുക്കിപ്പോൾ ഫോർ എക്സാമ്പിൾ ടേബിൾ നമ്പർ 1 T1 ഒരു കസ്റ്റമർ വന്നിരുന്നു 2-3 ഐറ്റംസ് ഓർഡർ ചെയ്ത് ഇവിടുന്ന്, കണ്ടോ, നമുക്ക് മെനു എല്ലാം കിട്ടും. ഏത് വേണമെന്ന് വെച്ചാൽ ഗുജറാത്തി എടുക്കുക, ആയി, കണ്ടോ. പിന്നെ നമുക്ക് പിസ്സ വേണോ, കണ്ടോ, പിസ്സയുടെ ഐറ്റംസ് എല്ലാം വന്നു. 2-3 പിസ്സയൊക്കെ അടിച്ചു. 2900 രൂപയുടെ ബില്ലുമൊക്കെ അടിച്ചു. നല്ല ഭക്ഷണം കഴിക്കുന്ന ടീമാണ്, കണ്ടോ. ഓൺലി KOT മാത്രമേ വന്നുള്ളൂ. അതാണ് അതിൻ്റെ പ്രത്യേകത. ഈ KOT കണ്ടില്ലേ, ഇപ്പോൾ ഈ KOT വന്നപ്പോഴും അതിനകത്ത് കാണിക്കുന്നുണ്ട് T1, കണ്ടില്ലേ, T1. അപ്പോൾ ഇതിനകത്ത് ബില്ല് വന്നില്ല. അപ്പോൾ ഈ കസ്റ്റമറുടെ ബില്ല് അടിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ടേബിൾ, അപ്പോൾ കസ്റ്റമർ പല പ്രാവശ്യം റിപ്പീറ്റ് ഓർഡർ ചെയ്യും. അപ്പോൾ ഇവിടെ T1 എന്നും കാണാൻ സാധിക്കും. അത് സെലക്ട് ചെയ്യുമ്പോൾ തന്നെ T1 എന്നിങ്ങനെ സെലക്ട് ചെയ്ത് നേരത്തെ ഇവിടെ നമ്മൾ ക്യാഷ് എത്രയാണെന്ന് വെച്ചാൽ അത് ടൈപ്പ് ചെയ്യുക. അതിനുശേഷം സേവ് ആൻഡ് പ്രിൻ്റ് കൊടുക്കുമ്പോൾ ക്യാഷ് ഡ്രോവർ ഓപ്പൺ ആകും. ഓക്കെ കൊടുത്തു കഴിയുമ്പോൾ ബില്ലും പ്രിൻ്റ് ആവും. ഫൈനൽ ബില്ല് കണ്ടില്ലേ, ഇത് ഫൈനൽ ബില്ല് നമുക്കിവിടെ പ്രിൻ്റ് ആയിട്ടുണ്ട്, വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട്. അപ്പോൾ ഇങ്ങനെയുള്ളൊരു ഫെസിലിറ്റി ഉണ്ട്. പിന്നെ ഇതിൻ്റെ ബാക്ക് എൻഡ് ഞാൻ ജസ്റ്റ് കാണിച്ച്, പിന്നെ നമുക്ക് വേറൊരു ഇമ്പോർട്ടൻ്റ് കാര്യം പറയാനുള്ളത്, ഇപ്പോൾ നമുക്ക് ടേബിൾ മാനേജ്മെൻറ്റ് സിസ്റ്റം അല്ല ഉള്ളത്. നമുക്ക് കസ്റ്റമർ കൗണ്ടറിൽ വന്ന് അപ്പം തന്നെ ബില്ലടിച്ച് കൊടുക്കാമെന്ന് വെച്ചു. അപ്പോൾ അതിനുള്ള ഓപ്ഷനാണ് ഇവിടെ ഫാസ്റ്റ് ബില്ലിംഗ് എന്ന് പറഞ്ഞൊരു ഓപ്ഷനുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ ഇങ്ങനെ സെലക്ട് ചെയ്തു, കണ്ടില്ലേ, സേവ് ആൻഡ് ക്യാഷ് കൊടുത്തിട്ട് സേവ് ആൻഡ് പ്രിൻ്റ് കൊടുക്കുക. അതെ, അപ്പോൾ നമുക്കിവിടെ ക്യാഷ് ഡ്രോവർ ഓപ്പൺ ആകും. പിന്നെ എൻ്റർ അടിക്കുകയോ അല്ലെങ്കിൽ ഓക്കെ അടിക്കുകയോ ചെയ്ത് കഴിഞ്ഞാൽ KOT പ്രിൻ്റ് ആകും, അതുപോലെ തന്നെ ബില്ലും പ്രിൻ്റ് ആകും. ഇത് മീൻസ് ഡയറക്റ്റ് കൗണ്ടർ സെയിലിന് ഓപ്ഷനായത്. അപ്പോൾ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താ ശ്രദ്ധിച്ചോണം. അതായത് ഇതിനകത്ത് ഇവിടെ കണ്ടോ, ഇവിടെ ഈ 85 എന്ന് പറഞ്ഞ നമ്പർ കണ്ടോ, ഈ നമ്പർ 85, അതേ നമ്പർ തന്നെയായിരിക്കും ഇവിടെ, കണ്ടില്ലേ. ഈ 2 KOTയിലും ഇതിപ്പോൾ വെജ് KOT നോൺ വെജ് KOT എന്ന് പറഞ്ഞ രണ്ടായിരിക്കും. പക്ഷേ രണ്ടത്തിലും 85 എന്ന് പറഞ്ഞ നമ്പർ വരും, കണ്ടില്ലേ. അപ്പോൾ ഈ ഷെഫ്
ഈ ഷെഫിൻ്റെ കയ്യിലാണ് ഇതെല്ലാം ഈ നമ്പർ കിട്ടുന്നത്, അതായത് ഭക്ഷണം ഉണ്ടാക്കുന്ന ആളുടെ. അപ്പോൾ ഈ ഭക്ഷണം ഉണ്ടാക്കുന്ന ആൾ ഭക്ഷണമെല്ലാം ഉണ്ടാക്കി 85 എന്ന് വിളിക്കാൻ നേരത്ത് ഈ ബില്ലും കൊണ്ട് നിൽക്കുന്ന ആൾ എൻ്റെ 85 ആണ്, കണ്ടില്ല ഇവിടെ കാണാൻ പറ്റുന്നുണ്ടല്ലോ അല്ലേ, 85 എന്ന് പറയും. ഈ KFC-യിലൊക്കെ സെയിം ടെക്നോളജിയാണ്. 85 എന്ന് പറയുമ്പോൾ അങ്ങോട്ട് ഓടിച്ചെല്ലും, നമ്മുടെ ഭക്ഷണം മേടിച്ചിട്ടേക്ക് പോരും. അങ്ങനെയുള്ള സംവിധാനമാണ്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഫ്രണ്ട് എൻഡ്. പിന്നെ സ്വിഗ്ഗി സൊമാറ്റോ കാര്യങ്ങളൊക്കെ ഓർഡർ വന്നു കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷൻസും കാര്യങ്ങളെല്ലാം ഉണ്ട്. സ്വിഗ്ഗി സൊമാറ്റോ കാര്യങ്ങളൊക്കെ. പിന്നെ ഇത് നമുക്കൊന്ന് ക്ലോസ് ചെയ്തിട്ട് ഇതിൻ്റെ ബാക്ക് എൻഡ് ഒന്ന് നോക്കാം. 1 2 3 4 ഇതിൻ്റെ കണ്ടോ അഡ്മിൻ കൺട്രോൾ. ഇവിടെയാണ് നമ്മൾ പ്രൊഡക്റ്റുകൾ ആഡ് ചെയ്യുന്നതും നമ്മുടെ റിപ്പോർട്ടുകൾ നോക്കുന്നതും. പിന്നെ നമ്മുടെ കണ്ടോ ഇവിടെ POS റിപ്പോർട്ട് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഉണ്ടോ നമ്മുടെ ഇന്നത്തെ ദിവസത്തെ ടോട്ടൽ സെയിൽസിൻ്റെ കാറ്റഗറി വൈസ് റിപ്പോർട്ടും കാര്യങ്ങളെല്ലാം നമുക്ക് ഈ ഒരു സോഫ്റ്റ്വെയർ കിട്ടും. ഇവിടെ നമുക്ക് റെസ്റ്റോറൻറ്റ് ഇൻഫർമേഷൻ ആഡ് ചെയ്യാം. നമ്മുടെ മെനു ഐറ്റംസ് എല്ലാം ഇവിടെ കൺട്രോൾ ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട് അല്ലേ. പിന്നെ മെനു ഐറ്റംസിൻ്റെ ഓട്ടോ ഇമേജ് സെർച്ചിൻ്റെ ഓപ്ഷൻ എല്ലാം ഉണ്ട്. നമ്മളിപ്പോൾ ഒരു ഇതിനകത്തൊരു ഭയങ്കരമായിട്ടുള്ള സംഗതി ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഒരു ന്യൂ പ്രൊഡക്റ്റ് ഇവിടെ ആഡ് ചെയ്യാന്ന് വെച്ചോ. ഫോർ എക്സാമ്പിൾ മാംഗോ പിക്കിൾ. മാംഗോ പിക്കിൾ ഞാൻ ജസ്റ്റ് ഇവിടെ ടൈപ്പ് ചെയ്തേ ഉള്ളേ. ടൈപ്പ് ചെയ്തിട്ട് ഞാൻ ജസ്റ്റ് ഇവിടെ നിന്ന് ഒരു ഇമേജ് സെർച്ച് എന്ന് പറഞ്ഞ ഓപ്ഷൻ സെർച്ച് ചെയ്ത് ഓട്ടോമാറ്റിക്കായിട്ട് ഗൂഗിളിൽ നിന്ന് കണ്ടില്ലേ ഒരുപാട് ഇമേജസ് കൊണ്ടുവരും മാംഗോ പിക്കിളിൻ്റെ. അതിനകത്ത് നമുക്ക് ഏതാ ഇഷ്ടമുള്ളതെന്ന് വെച്ചിട്ടുണ്ട്. ഇത് കാണുമ്പോൾ തന്നെ ഒരു രസമായത്. അതായത് ഇതൊരു ഓഫ്ലൈൻ ബില്ലിംഗ് സോഫ്റ്റ്വെയർ ആണ്. അപ്പോൾ ഇത് ഇൻ്റർനെറ്റ് കണക്റ്റഡ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഇമേജസുകളെല്ലാം ഓട്ടോമാറ്റിക് ഗൂഗിൾ ഇമേജസിൽ നിന്ന് സെർച്ച് ചെയ്തുകൊണ്ട് വരും, ഗൂഗിളിൽ നിന്ന്. അപ്പോൾ നമ്മൾ ഓരോന്നും ഡൗൺലോഡ് ചെയ്ത് ഡെസ്ക്ടോപ്പിൽ സേവ് ചെയ്ത് പിന്നെ ഓരോ പ്രൊഡക്റ്റിനകത്ത് അപ്ലോഡ് ചെയ്യേണ്ട ആവശ്യമില്ല. ഈ ഒരു ടെക്നോളജി ഇന്ത്യയിൽ ഒരു സോഫ്റ്റ്വെയറിനകത്തും ഇല്ല. അത്രയും വണ്ടർഫുൾ ആയിട്ടുള്ള ടെക്നോളജികളാണ് നമ്മൾ ഈ ഒരു സോഫ്റ്റ്വെയറിനകത്ത് ഉപയോഗിക്കുന്നത്. ഇത് നമുക്ക് അങ്ങനെ തന്നെ അങ്ങോട്ട് സേവ് ചെയ്യാം. അപ്പം നമുക്ക് ഈ മാംഗോ പിക്കിളിൻ്റെ കാര്യം പറയുമ്പോൾ പ്രത്യേകിച്ചൊരു ടേസ്റ്റ് അല്ലേ. അപ്പോൾ നമുക്ക് എങ്ങനെയുണ്ട് ഒരു പ്രൊഡക്റ്റുകൾ ഇമേജുകൾ ആഡ് ചെയ്യാനുള്ള ഫെസിലിറ്റി ഉണ്ട് ഈ ഒരു സോഫ്റ്റ്വെയറിനകത്ത്. അപ്പോൾ നമ്മൾ അങ്ങനെ ആഡ് ചെയ്യുന്ന ഇമേജുകളെല്ലാം നമുക്ക് ഫ്രണ്ട് എൻഡിൽ കിട്ടും. 1 2 3 4 അടിച്ച് കഴിയുമ്പോൾ ഇതാണ് ക്യാഷർ കൺട്രോളിൽ ലോഗിൻ ചെയ്യാൻ നേരത്ത് ക്യാഷറുണ്ട്. ഈ ഇമേജുകളൊക്കെ കാണുന്നുണ്ടല്ലോ, ഈ ഇമേജുകളൊക്കെ നമ്മൾ അങ്ങനെ ആഡ് ചെയ്യുന്നതല്ല കേട്ടോ. ചപ്പാത്തികളെല്ലാം ഗൂഗിളിൽ നിന്ന് ഡയറക്റ്റ് എടുത്തിട്ട് ആഡ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. അപ്പം അങ്ങനെ വളരെ സിംപ്ലിസിറ്റി ആയിട്ട്, അതായത് നമ്മുടെ ഫാമിലി മെമ്പേഴ്സ് വന്നിരുന്നു കഴിഞ്ഞാൽ തന്നെ അവർക്ക് തന്നെ വളരെ ഈസി ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു റെസ്റ്റോറൻറ്റ് ബില്ലിംഗ് സോഫ്റ്റ്വെയർ ആണ് റെയിൻടെക് റെസ്റ്റോറൻറ്റ് ബില്ലിംഗ് സോഫ്റ്റ്വെയർ. ഇതിൻ്റെ ഇൻസ്റ്റലേഷൻ, കസ്റ്റമർ കെയർ സപ്പോർട്ട് അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമ്മുടെ ഓഫീസിൽ ഇതുണ്ട്. നമ്മുടെ ഓഫീസാണിത്, റെയിൻടെക് സോഫ്റ്റ്വെയറിൻ്റെ ഓഫീസ്. ഇത് ഓഫീസ് സ്ഥിതി ചെയ്യുന്നത് വടയാറ് ഇളങ്കാവ്, അതായത് കോട്ടയം ജില്ലയിലാണ്. കോട്ടയം ജില്ല തലയിലപ്പറമ്പിനടുത്താണ്. തലയിലപ്പറമ്പിന് 2 കിലോമീറ്റർ ഉണ്ട് ഇളങ്കാവ് ദേവീക്ഷേത്രം. ഇളങ്കാവ് ദേവീക്ഷേത്രം കാണണോ? കാണിച്ചു തരാം. വളരെ ഇവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ ഡയറക്റ്റ് കണ്ടില്ലേ, ഇതാണ് ഇളങ്കാവ് ദേവീക്ഷേത്രം. ഇതിൻ്റെ അപ്പുറത്ത് പുഴയൊക്കെ കാണാം. ഇതിൻ്റെ അപ്പുറത്ത് നമുക്കിവിടെ ആറ്റുവേലക്കടവാണ്. ഇത് ശരിക്കും ആറ്റുവേലയൊക്കെ വരുന്ന ഒരു ക്ഷേത്രമാണ്. ഇവിടെ ക്രിക്കറ്റ് ഗ്രൗണ്ടൊക്കെ കാണാൻ പറ്റും. ബ്യൂട്ടിഫുൾ പ്ലേസ്. അവിടെ ഒരാളിൽ നിന്ന് വർക്കൊക്കെ ചെയ്യുന്നുണ്ട്. നോക്കി കേട്ടോ, എത്ര മനോഹരമായ ഒരു ബ്യൂട്ടിഫുൾ അന്തരീക്ഷമാണ്. അപ്പോൾ അങ്ങനെയുള്ളൊരു ഇത് 3rd ഫ്ലോറിലാണ്. 2nd ഫ്ലോർ അല്ലേ? 2nd ഫ്ലോർ യെസ്. ലാസ്റ്റ് 3 ഫ്ലോർ ബിൽഡിംഗ് ആണ്. ലാസ്റ്റ് ഫ്ലോറിലാണ് ഇതിൻ്റെ ഓഫീസ്. ഇതാണ് നമ്മുടെ ഓഫീസും കാര്യങ്ങളെല്ലാം. നമ്മുടെ കസ്റ്റമർ കെയർ സപ്പോർട്ട്, സെയിൽസ്, പ്രോഗ്രാമേഴ്സ് എല്ലാവരും ഇരിക്കുന്നത് ഈ ഒരു ഭാഗത്താണ്. അപ്പോൾ ഈ ഒരു ഭാഗത്ത് നമ്മളിങ്ങനെ ഷൂട്ടിങ്ങും പരിപാടിയൊക്കെ ആയിട്ട് പോകുന്നു. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും റെസ്റ്റോറൻറ്റ് പരമായിട്ട് ആവശ്യങ്ങളുണ്ടെങ്കിൽ, പിന്നെ നമുക്ക് ഹാർഡ്വെയറുകളെല്ലാം ഉണ്ട് കേട്ടോ. പ്രിൻ്ററുകൾ ഞാൻ കാണിച്ചു തരാം. ഇതുണ്ടോ, ഇതെല്ലാം പ്രിൻ്ററുകൾ ഇവിടെ ഉണ്ട്. ഇതാണ്, ഇതെല്ലാം പ്രിൻ്ററുകളാണ്. കണ്ടില്ലേ, ഹാർഡ്വെയറുകൾ. ഇത് ബാർകോഡ് പ്രിൻ്ററുകളാണ്. ഇതൊക്കെ ബില്ലടിക്കുന്ന പ്രിൻ്ററുകളാണ്. കണ്ടേ, ഇത് നമ്മളിപ്പോൾ കണ്ട സൈസ് മിനി പ്രിൻ്ററുകളാണ്. കണ്ടില്ലേ, ലേബൽ പ്രിൻ്ററുകൾ കണ്ടില്ലേ, ലേബൽ പ്രിൻ്ററുകളാണ് ഇതെല്ലാം. ഇതെല്ലാം ലേബൽ പ്രിൻ്ററുകളാണ്. നമുക്ക് വളരെ ഹെവി ആയിട്ടുള്ള സ്റ്റോക്കുകളുണ്ട്. ഇതെല്ലാം ഫുള്ള് പ്രിൻ്ററും മറ്റ് കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ നമുക്ക് ഇത് പിന്നെ നമുക്ക് ലൈവ് വെയിങ് മെഷീൻസ് ആണ്. കണ്ടില്ലേ, ലൈവ് വെയിങ് മെഷീൻസ്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് ഈ ഒരു പ്ലാറ്റ്ഫോമിൽ നമുക്ക് കാണാൻ സാധിക്കും. എൻ്റെ കുറച്ച് കസ്റ്റമേഴ്സ് വന്നിട്ടുണ്ട്. അവർക്ക് ഒന്ന് എന്നെ കാണാൻ വേണ്ടി വെയിറ്റ് ചെയ്യാനാണ്. അപ്പോൾ നമുക്ക് വീഡിയോ പതിയെ വൈൻഡപ്പ് ചെയ്ത് ഇതാണ് റെസ്റ്റോറൻറ്റ്. മനസ്സിലായില്ലേ എല്ലാ സംഭവങ്ങളും. ഇതിൻ്റെ പ്രൈസ് ഒന്ന് ക്വിക്കായിട്ട് പറഞ്ഞു തരട്ടെ. ഹാർഡ്വെയറിൻ്റെ, അതായത് ഈ ടച്ച് സ്ക്രീൻ മോണിറ്റർ വിത്തൗട്ട്, അതായത് ഇതിൻ്റെ പുറകെ കമ്പ്യൂട്ടർ ഇല്ലാതെ ഒരു 15,000 രൂപയാണ് ഇതിൻ്റെ പ്രൈസ്. ഇത് ആമസോണിൽ 5,100 രൂപയാണ്. ഇതിനും 5,100, 5,200 ആ റേഞ്ചിലേ വരുള്ളൂ. പിന്നെ ഒരു CPU നിങ്ങൾ സെപ്പറേറ്റ് വാങ്ങി വെക്കുന്നതായിരിക്കും ബെസ്റ്റ്. കാരണം നല്ല കോൺഫിഗറേഷനുള്ള അത് നമുക്ക് ഇൻബിൽഡായിട്ട് മേടിക്കുമ്പോൾ ഭയങ്കര പ്രൈസാകും. നമ്മളെ കാശ് മേടിക്കും.
അപ്പോൾ അതുകൊണ്ട് സെപ്പറേറ്റ് ഒരെണ്ണം മേടിച്ച് വെക്കുക. CPU, ഒരു i5 പ്രോസസ്സർ, 4 GB റാം, പിന്നെ SSD മേടിച്ചിടുക. ഒരിക്കലും HDD ഹാർഡ് ഡിസ്ക് വാങ്ങരുത്. കാരണം നമ്മുടെ പ്രോസസ്സറിൻ്റെ കംപ്ലീറ്റ് എനർജിയും ഈ ഹാർഡ് ഡിസ്ക് തിന്നും. കാരണം ഈ മെക്കാനിക്കൽ ഡിവൈസ് ഹാർഡ് ഡിസ്കുകളാണ് HD ഹാർഡ് ഡിസ്കുകൾ. ഒരു ഡിസ്കിൻ്റെ പുറത്ത് കിടന്ന് ഇങ്ങനെ ഒരു സാധനം കറങ്ങുന്നത്. പക്ഷേ അതൊക്കെ നമുക്ക് പെൻ ഡ്രൈവിൻ്റെ ടെക്നോളജിയാണ് SSD ഹാർഡ് ഡിസ്ക്. അത്തരം ഹാർഡ് ഡിസ്കുകൾ മേടിച്ച് ഇടുക. അപ്പോൾ നല്ല സൂപ്പർ ഫാസ്റ്റായിട്ട് നമുക്ക് ഓടിക്കാം. നോട്ട് ഓൺലി സോഫ്റ്റ്വെയർ, നമുക്ക് എന്ത് ആപ്ലിക്കേഷൻ, നിങ്ങളിപ്പോൾ ഒരു ബ്രൗസർ ചെക്ക് ചെയ്യുകയാണെങ്കിൽ അല്ലെങ്കിൽ ഒരു ഗൂഗിൾ സെർച്ച് ചെയ്യുകയാണെങ്കിൽ എല്ലാം ഒരു ഡേറ്റ ഇപ്പോൾ ഒരു കുറച്ച് ഫോട്ടോസ് ഇതിനകത്തേക്ക് അപ്ലോഡ് ചെയ്യുകയാണെന്ന് വെച്ചോ മൊബൈലിൽ നിന്നൊക്കെ, അപ്പോഴൊക്കെ നല്ല സ്പീഡിൽ വർക്ക് ചെയ്യുന്നൊരു സംവിധാനമാണ്. ഇതിൻ്റെ സൈസ് എക്സാക്ട്ലി എനിക്ക് ഓർമ്മയില്ല, നിങ്ങൾക്ക് ആവറേജ് മനസ്സിലാവുന്നുണ്ടല്ലോ. അത് നിങ്ങൾ 15 ഇഞ്ചിന് മേളിലുണ്ടെന്നാണോ അല്ലേ? 15 ഇഞ്ചിന് മേളിലുണ്ട്. ഇത് നല്ല മുഴുത്ത സൈസാണ്. അപ്പം നമുക്ക് ഇതിൻ്റെ ഒരു ഞാൻ ഇവിടെ ഒരു മൊബൈൽ വെക്കുമ്പോൾ അറിയാമല്ലോ നിങ്ങൾക്ക്, ഇത്രയും സൈസുണ്ട് ആവറേജ്. സോ ഇതാണ് ഇതിൻ്റെ സംവിധാനം. So thank you so much for watching this video. Thank you. Bye bye.